ചരിത്ര നാടകങ്ങൾ, പുരാണ നാടകങ്ങളൊക്കെ കളിക്കുന്ന അവർ ഒരുപാട് ഇതുപോലുള്ള റിസ്ക്കുകൾ ഇപ്പം നമ്മൾ കളിച്ചിട്ടുണ്ട്. നമ്മൾ ഏതോ ഒരു സ്റ്റേജിൽ കുലച്ചേട്ടൻ്റെ ആണോ വേറൊരു ട്രൂപ്പിൻ്റെ അല്ലേ, സ്റ്റേജിൽ നിൽക്കാൻ സ്ഥലമില്ല, അത്രയും സാധനങ്ങളാണ്. നമ്മൾ ഈ മിമിക്രിക്ക് എന്നിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഹരിശ്രീ അന്ന് സിദ്ധിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ മിമിക്രിക്ക് സ്റ്റേജിൽ ചെന്നു. ഞാൻ പോയതിന് ശേഷം കായംകുളത്തായിട്ടുണ്ട് പ്രോഗ്രാം. അന്ന് ജോർജ് ഉണ്ടല്ലോ. നമ്മൾ അവിടെ പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2-3 പരിപാടി കഴിഞ്ഞിട്ട് ചെന്നേക്കാം. ഭയങ്കര അവസരമാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളവിടെ ചെന്ന് സംഘാടകരോട് പറഞ്ഞ് കമ്മിറ്റി ഓഫീസ് അവിടെ ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യണം, ഒന്ന് കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു കൂട്ടുകാരുണ്ട്, അവിടെ ഒരു കിണറുണ്ട്, കുളിച്ചോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ NFREസിന് ആദ്യം ദേഷ്യം വരും. ചൂടനാണെന്നും അല്ല NFREസ് കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞ് നേരെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി എന്ത് ചെയ്ത്, അത് ഇരുട്ടാണ്. ആ കൂട്ടുകാരുടെ അവിടെ നിന്നിട്ട് ഒരു കിണറുണ്ട്, അവിടെ കുളിച്ചു ഫ്രഷായി. അപ്പോൾ ഇന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ തന്നെ ബെഞ്ചുണ്ട്, അവിടെ ഇരുന്ന് വന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ദേഷ്യമായി. പിന്നെ അവിടെ തന്നെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ സാമ്പാറും ഒരു അച്ചാറും കൂട്ടി ഒരു ഊണും കഴിച്ച് നേരെ ഈ സ്റ്റേജിൽ കംപ്ലീറ്റ് ബാലയക്കാരെ സെറ്റ് കെട്ടി വെച്ചിട്ട് ഒരു ബാലയുണ്ട്. ബാലയിൽ ശിവനും പാർവതിയൊക്കെ ഉള്ളൊരു കഥയാണത്. അപ്പോൾ അവിടെ ശിവന് നിൽപ്പുണ്ട്. ശിവനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ചിരി വരും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പകുതിയുള്ള ശിവൻ ഒരു പുലിത്തോലെല്ലാം എടുത്തിട്ട് അസ്ഥിയോടൊക്കെ കാണാം. ഇവിടെ ഈ അസ്ഥിയുടെ വാരിയെല്ലൊക്കെ കാണാം. ഒരു തകിടിൻ്റെ പാമ്പായിട്ട് ഇങ്ങനെ ഇപ്പുണ്ട്. അയാൾ ഇങ്ങനെ തിരിഞ്ഞാൽ ഈ പാമ്പ് ഇങ്ങനെ ഈ പാമ്പ് ഇങ്ങനെ ഈ പാമ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ പാർവതിക്ക് ഇപ്പുണ്ട്. ഈ ഇവിടെ തന്നെ ഒരു കസേരയിൽ ഒരു പാവം കാറുന്നവർ ഇങ്ങനെ ഇരിപ്പുണ്ട്. അയാളും ശിവൻ്റെ അത്ര ആരോഗ്യം ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആരാന്ന് ഞങ്ങളുടെ മാഷ ഗുരു നേരത്തെ പറഞ്ഞ ഗുരു. അങ്ങനെ ഞാൻ വേറെ തന്നെ അവരോട് ഇവർ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ മാസ്റ്റർ, ഞങ്ങളെ ബാലെ പഠിപ്പിച്ച മാസ്റ്റർ. കുറച്ച് കഴിഞ്ഞാൽ ഇവർ ബാല കഴിക്കുമ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമാണ് ബാലയ്ക്ക് മുമ്പ് മിമിക്രിയാണ്. അത് ഞങ്ങൾ പറഞ്ഞു ഈ സെറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അകത്തി സൈഡ് കട്ടണം തരും, ഞങ്ങൾ കട്ടം കെട്ടി തുടങ്ങാം. ബുദ്ധിമുട്ടിക്കണ ശരിയല്ല, ഒരുപാട് സെറ്റുണ്ട് അവർക്ക്. ഞങ്ങൾ കട്ടം കെട്ടി പ്രോഗ്രാം നടത്താനിരുന്നപ്പോൾ സംഘാടകർ വന്ന് ചെറിയ ഒരു ഇതുണ്ടായി. പൈസ തന്നിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തു സംഘാടകർ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ വന്നാൽ പരിപാടി തുടങ്ങും. ആൾക്കാർ കൂവാണ്, കാരണം തുടങ്ങാത്ത കാരണം. സംഘാടകർ ഈ മറ്റേ പെപ്പർ റോസ്റ്റിൻ്റെ നെയ്റോസ്റ്റിൻ്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പൈസ കിട്ടിയെങ്കിൽ തുടങ്ങായിരുന്നു. പൈസയൊക്കെ ഞങ്ങൾ പരിപാടി കഴിഞ്ഞിട്ടാണ്. അല്ല, ഞങ്ങൾ പരിപാടിക്ക് മുമ്പ് വാങ്ങുന്നവരാണ്. അല്ല, ഇവിടെ KPS വന്നാൽ പോലും പരിപാടി KPS ഒക്കെ പരിപാടി കഴിഞ്ഞിട്ട് മേടിക്കണം, ഞങ്ങൾ പരിപാടിക്ക് മുമ്പ് മേടിക്കണം. കാരണം ഇരിക്കാൻ സ്ഥലം, കുളിക്കാൻ തന്നില്ല, ദേഷ്യവും വിഷമമൊക്കെ ഉണ്ട്. പിന്നെ സാമ്പാറും അച്ചാറും അതൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ വന്നിട്ട് ഒരു കെട്ട് നോട്ടും കൂടെ തന്നു. 100-ൻ്റെയും 10-ൻ്റെയും 50-ൻ്റെയും ഒക്കെ ആയിട്ട് എണ്ണിയുണ്ട്. തച്ചിനും എണ്ണ ഇവരൊക്കെ എണ്ണിയിട്ട് തെറ്റി പിന്നെ ഉണ്ട്, കാരണം ഇവരെണ്ണ അറിയില്ലല്ലോ. പിന്നെ എണ്ണിക്കൊണ്ടിരിക്കും. എണ്ണി അത് തിട്ടപ്പെടുത്തി അത് നോക്കിയപ്പോൾ ഒരു 500 രൂപ കുറവുണ്ട്. അപ്പോൾ പറഞ്ഞു ഹലോ എന്നെ പറഞ്ഞു ഒരു 500 രൂപ കുറവുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരുന്നതാണ്, ഇത് നിങ്ങൾ എടുക്കുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ശരി 500 രൂപ 500 അത് തുടങ്ങാം. ദൈവത്തിന് പരിപാടി ഗംഭീരമായി, അല്ലെങ്കിൽ അടി കൊണ്ടേനെ. പരിപാടി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംഭാവന വന്നിട്ട് പോയാൽ മതി. വണ്ടി തടഞ്ഞു. ബാല തുടങ്ങുന്നതിന് മുൻപ്, ബാല തുടങ്ങാൻ പോകുന്നു അതിന് മുമ്പ് സംഭാവന വന്നിട്ട് പോയാന്ന് പറഞ്ഞു. അപ്പം NFREs ഒരു 100 രൂപ എടുത്ത് കൊടുത്തു. 100 രൂപ പറ്റില്ല, 500 രൂപ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഓഫീസിൽ 100 രൂപ കൊടുക്കാനേ അവിടെ പറഞ്ഞിട്ടുള്ളൂ, അതിൽ കൂടുതൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകും പൈസ. ഞങ്ങൾക്ക് എന്തായാലും ശരി ഞങ്ങൾക്ക് 500 കിട്ടുമെന്ന് തന്നെ. അപ്പോൾ ഞാൻ അത് എന്ത് ന്യായമാണ്, ഞങ്ങൾക്ക് തരാമെന്നല്ലേ പറ്റുള്ളൂ, അതിൽ കൂടുതൽ തരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് തർക്കമായി. പിന്നെ അവർ ഇംഗ്ലീഷ് സംസാരിക്കും, NF ഇംഗ്ലീഷ് പറഞ്ഞു. ഇങ്ങനെ ഭയങ്കര തർക്കം മൂത്തപ്പോൾ ജനങ്ങൾ കൂടി. എന്താ ചേട്ടന്മാരെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതാണ് പ്രശ്നം, കാരണം അവിടെ പൈസ ഇത്ര നമുക്ക് കൊടുക്കാൻ നിയമമുള്ളൂ, അത് പുള്ളി ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും. അപ്പോൾ അവർ ഞങ്ങളുടെ സപ്പോർട്ടായി. കുറേ കഴിഞ്ഞപ്പോൾ ഈ ബാലക്കാരെ ബഹളത്തിൻ്റെ ഇടയിൽ ബാല തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് ബെല്ല് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ബെല്ല് കൊടുത്തു. രണ്ടാമത്തെ ബെല്ല് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കരച്ചിലാ ഗ്രീൻ ടീമിൽ. എൻ്റെ അമ്മേ, പെണ്ണുങ്ങളാണ് എല്ലാം കൂടി, എല്ലാവരും ശ്രദ്ധ അങ്ങാട് പോയി. അപ്പോൾ എന്താന്ന് വെച്ചപ്പോൾ ഈ ആശാനെ ചോരയെ കുളിച്ച് ആശാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആശാൻ്റെ തലേന്ന് പൊട്ടിയിട്ട് ചോര വന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് കൊണ്ട് അങ്ങടെ കൊണ്ടുപോണ്ട്. അപ്പോൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് എല്ലാവരും പോയിട്ട് ആശാൻ്റെ അനുഗ്രഹം മേടിച്ചതാ, ബാലയാശാൻ്റെ. അങ്ങനെ പാർവതി പോയി കാല തൊട്ട് ആശ ഇരിക്കല്ലേ, എങ്ങനെ ഓരോരുത്തർ ശിവൻ പോയിട്ട് ശിവൻ ഇങ്ങനെ അനുഗ്രഹം മേടിച്ചതാ. ഈ പാമ്പിലെ തകിട് അത് ആശാൻ അനുഗ്രഹം മേടിച്ചപ്പോൾ ഒറ്റ കൊട്ട് കൊടുത്തിട്ട് തലയിൽ മറ്റേ ഗംഗയുടെ വെള്ളം ചീറ്റില്ല, അത് ചീറ്റിട്ട് ആശാനെടുത്തുണ്ട് പോയി. ഈ ഗ്യാപ്പിൽ ഞങ്ങൾ കയറി രക്ഷപ്പെട്ട്. അങ്ങനെ സംഭാവനയും കൊടുത്തില്ല, പരിപാടി നന്നായി, കാശും കയ്യിലിരുന്നു. ശിവൻ ശരിക്കും നമുക്ക് മനസ്സിലായി, ശിവൻ അന്ന് തുടങ്ങി ഞാൻ ശിവന്റെ ഭക്തനായി.